നമ്മളിന്ന് വീട് ഷിഫ്റ്റിംഗ് ആണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വീട് ഷിഫ്റ്റിംഗ് വരുന്നതെന്ന്. അടുക്കളയിൽ ഫുൾ സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ വീട് ഷിഫ്റ്റിംഗ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അടുക്കളയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സാധനങ്ങൾ, ഒരു ലോഡ് സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യാനുണ്ട്. ഇതൊക്കെ എങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് എല്ലാം അവിടെ ഒതുക്കി പറക്കി വെക്കുന്നത് എനിക്കൊരു പിടുത്തമില്ല. ഒരു ലോഡ് സാധനങ്ങളുണ്ട്. ബർത്തിൽ അത്യാവശ്യം സാധനങ്ങളുണ്ട്. പിന്നെ ബക്കറ്റിൽ അങ്ങനെ കുറേ ബക്കറ്റിൽ അരിയാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഷിഫ്റ്റ് ചെയ്യണം. ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മൂവേഴ്സ് ആൻഡ് പാക്കേഴ്സിനെ വിളിച്ചിട്ടുണ്ട്. അവർ വന്നിട്ടാണ് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളാൽ കഴിയുന്ന കുറേ സാധനങ്ങളെല്ലാം ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കും ഈസി ആയിരിക്കും. പിന്നെ നമുക്ക് അത്രയും ടൈം കൺസ്യൂം ചെയ്യാം ലോന്ന് വിചാരിച്ചിട്ട് കുറേ സാധനങ്ങളൊക്കെ ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇളമാരിയൊക്കെ ഫുൾ കാലിയാക്കിയിട്ട് ഡ്രസ്സും മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ പാക്ക് ചെയ്തിട്ട് ഒരു മൂലയിൽ അടുക്കിയിട്ടുണ്ട്. അയ്യോ, ഞാൻ ലൈറ്റ് ഇടാൻ മറന്നു, അതുകൊണ്ടൊന്നും കാണുന്നില്ല അല്ലേ. ഫുൾ ഓഫ് ഇരുട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ തന്നെ പാക്ക് ചെയ്തതാണ്. അപ്പോൾ കുറേ ഡ്രസ്സ് പിന്നെ അലറച്ചിലെ കുറേ സാധനങ്ങൾ ഒക്കെ കൂടി ഞങ്ങൾ തന്നെ പാക്ക് ചെയ്തു. അപ്പോൾ പിന്നെ അവർ വരുമ്പോൾ അത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഞങ്ങൾ കുറേ ചാക്കിലും നമ്മുടെ ഉണ്ടായിരുന്ന കുറേ സഞ്ചിയിലും ചാക്കിലും അങ്ങനെയൊക്കെ ആയിട്ട് ഈ ബർത്ത് ഫുള്ള് കാലിയാക്കി. ആ ബർത്തിലുണ്ടായിരുന്ന സാധനങ്ങളായിരിക്കും താഴെ ഇരിക്കുന്നത് മൊത്തം. അത് ഫുള്ള് ഞങ്ങൾ തന്നെ പാക്ക് ചെയ്ത് സെറ്റാക്കി. പിന്നെ ഇപ്പുറത്തെ മുറിയിൽ ലൈറ്റ് ഇടാൻ പറ്റില്ല, കാരണം മോള് ഉറങ്ങുകയാണ്. അപ്പോൾ മോള് ഉറങ്ങുന്നുണ്ട്. പക്ഷെ ആ മുറിയിൽ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ക്ലീൻ ആക്കി. ഇതാണ് ഹോളിലിപ്പം ഫ്രിഡ്ജും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളൂ. ബാക്കിയുള്ള ഒരുവിധം കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ചെടി 1-2 ചെടികളെ ഉള്ളൂ. എല്ലാം നാശമായിപ്പോയി. ഈ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്ത സമയത്ത് എല്ലാം പോയി. പിന്നെ ഇപ്പോൾ ഒന്ന് പിടിച്ച് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇതാ മൂവേഴ്സും പാക്കേഴ്സും വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ഫ്രിഡ്ജ് പാക്ക് ചെയ്യുന്നതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ ചടപടേ എന്നാണ് എല്ലാം കൂടി വാരി വലിച്ചൊരു വെട്ടി ഇടുക, ടപ്പടപ്പേത്ത് പാക്ക് ചെയ്ത് തീർക്കും. ഇപ്പോൾ ഫ്രിഡ്ജ് ഇങ്ങനെ ഒരു റാപ്പ് ചെയ്തിട്ടാണ് അവർ പാക്ക് ചെയ്യുക. അവർ പാക്കിങ് കാണാനൊക്കെ ഒരു സ്റ്റൈലാണ്. ഞങ്ങൾ ഈ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു മൂവേഴ്സ് ആൻഡ് പാക്കേഴ്സിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ ഭയങ്കര ഫാസ്റ്റായിരുന്നു. അവർ അരമണിക്കൂർ കൊണ്ട് തന്നെ അവർ പാക്കിങ് ഫുള്ള് കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവർ ഭയങ്കര സ്ലോ ആയിരുന്നു. കുറച്ച് സ്ലോ ആണ്. 1 മണിക്കൂറിന് മേലെ എടുത്തു ഫുള്ള് പാക്ക് ചെയ്ത് തീരാനായിട്ട്. റേറ്റും ഭയങ്കര കൂടുതലായിരുന്നു. ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് ഈ വീട്ടിലേക്ക് വന്നിട്ട് ആകെ ഒരു 5 മാസമേ ആയിട്ടുള്ളൂ. 5 മാസം മുന്നേ ഞങ്ങൾ കൊടുത്ത മൂവേഴ്സ് ആൻഡ് പാക്കേഴ്സിന് കൊടുത്ത പൈസയും ഇപ്പോഴത്തെ പൈസ ഇരട്ടിയായിട്ടുണ്ട്. അപ്പോൾ 5 മാസം കൊണ്ട് ഭയങ്കര റേറ്റ് കൂടി. കാരണം ഇപ്പോൾ ആൾക്കാരെല്ലാം വിളിക്കുന്നുണ്ടാവുമായിരിക്കും. നമുക്ക് നാട്ടിലെ പോലെ ഇപ്പോൾ കൂലീനെ വിളിച്ച് ഷിഫ്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇവിടെ ബാംഗ്ലൂർ ആയതുകൊണ്ട് നമുക്ക് ഹെൽപ്പേഴ്സ് ഒന്നും അങ്ങനെ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെ ഓപ്ഷനുള്ളൂ. പിന്നെ അവർ പറയുന്ന പൈസയ്ക്ക് ഓക്കെ ആക്കുക എന്നല്ലാതെ നമുക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല. നമുക്ക് ഇത്രയും സാധനം ലോഡ് ചെയ്തിട്ട് അൺലോഡ് ചെയ്യാൻ എളുപ്പമില്ലല്ലോ. ഇപ്പോൾ വാഷിംഗ് മെഷീൻ പാക്ക് ചെയ്യുന്നത് അവരെല്ലാം ഫുള്ള് റാപ്പോ പാക്കിംഗ് ആയിരിക്കും. അപ്പോൾ ഒക്കെ സേഫ് ആയിരിക്കും കേട്ടോ. പക്ഷേ എവിടെയും കോറി പാക്ക് ചെയ്യുന്ന സമയത്തോ മൂവ് ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും കോറി അത് നാശാവുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഫുൾ ക്ലീൻ ആയിട്ട് തന്നെ അവർ പാക്ക് ചെയ്ത് തരും. പക്ഷെ നമ്മളതിന് അതിൻ്റെതായ പൈസ കൊടുക്കേണ്ടി വരുമെന്ന് മാത്രം. അപ്പോൾ റേറ്റ് ഇത്തിരി കൂടുതലായിരുന്നു. പാക്കിങ്ങും വളരെ സ്ലോ ആയിരുന്നു. പിന്നെ ഇന്നാണെങ്കിൽ നല്ലൊരു മഴക്കാറും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ നേരത്തെ രാവിലെ വരാൻ പറഞ്ഞതാണ്, 7 മണിക്കേ വരാൻ പറഞ്ഞതാണ്. പക്ഷെ അവർ എത്തിയപ്പോൾ തന്നെ 8:30 കഴിഞ്ഞായിരുന്നു. അത് തന്നെ ഞങ്ങൾക്ക് ദേഷ്യം മേടിച്ചു. കാരണം ഞങ്ങൾ തന്നെ ഒരുവിധം സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പിന്നെ അവർക്ക് വേഗം വന്ന് പാക്ക് ചെയ്യായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് സൗകര്യമായിരുന്നു. പിന്നെ അപ്പോഴേക്കും ബ്ലോക്കൊക്കെ ആയി. ഞങ്ങളുടെ ബാക്കിൽ സ്കൂളാണ്. അപ്പം സ്കൂളിൽ പോകാനുള്ള സ്കൂൾ ബസ്സും കാര്യങ്ങളൊക്കെ വന്ന് ഇത്രയും വലിയ വണ്ടി ഇവിടെ നിൽക്കുമ്പം ബ്ലോക്ക് ആവുമല്ലോ. അങ്ങനെ ബ്ലോക്കായി നാട്ടുകാരെയൊക്കെ ചീത്ത കേൾക്കേണ്ട അവസ്ഥയൊക്കെ എത്തി ഇവർ ലേറ്റായി വന്ന കാരണം. ഇപ്പോൾ അവരെ ഞങ്ങളുടെ വർക്കിംഗ് ചെയർ റാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇച്ചിരി സ്ലോ ആണെങ്കിലും വേഗമൊക്കെ ചെയ്തു. എന്നാലും 1 മണിക്കൂറിന് മേലെ എടുത്തു അവർ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെനിക്ക് ഇച്ചിരി വയലേറ്റിംഗ് ആയിരുന്നു. ദേഷ്യം പിടിച്ചു. മോളൊക്കെ ഉറങ്ങുന്നുണ്ടായിരുന്ന മോളൊക്കെ എണീപ്പിച്ചു. അവരെ ശബ്ദമെല്ലാം കേട്ടിട്ട് അവളെ എണീറ്റു. പിന്നെ അവളെ ക്ഷമ നശിച്ചു. കുറേ നേരമായല്ലോ ഇവർ ശബ്ദവും ബഹളമെല്ലാം ഉണ്ടാക്കുന്നു. നേരത്തെ വരാൻ പറഞ്ഞാൽ അതുകൊണ്ടായിരുന്നു. പക്ഷെ അവർ വരുമ്പോഴേക്കൊക്കെ ലേറ്റായിപ്പോയി. പിന്നെ കുറച്ച് പേരുണ്ടായിരുന്നു, 6-7 പേരുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ വേഗം തീർത്തു. ഇപ്പോൾ ഒരുവിധം ആ ഹോള് ഫുള്ള് കാലിയായിട്ടുണ്ട്. ഈ റൂമിൽ ഒരുവിധ സാധനങ്ങളൊക്കെ ഒരുവിധം എല്ലാ സാധനങ്ങളും ഞങ്ങൾ തന്നെ പാക്ക് ചെയ്തതാണ്. അവർക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം നമ്മൾ അങ്ങനെയും കൂടി പണി കൊടുത്തിരുന്നെങ്കിൽ അവർ നല്ലോണം താമസമാക്കിയനേന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഹോളൊക്കെ ഇങ്ങനെയായി കാലിയായി. ഇത് ഞങ്ങൾ തന്നെ കാലിയാക്കിയതാണ് ആ ബർത്ത്. ഇപ്പം ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ഷിഫ്റ്റ് ചെയ്തു. എല്ലാം എംപ്റ്റി ആയി.
ഫുൾ എം ടി ആയി. ഞങ്ങൾ ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്യാണ് എല്ലാ കാര്യങ്ങളും കാലിയായോ എന്നുള്ളത്. ഇപ്പോൾ ഈ റൂമിൽ ഫുൾ കാര്യങ്ങളും ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ റൂമിലും ഫുൾ കാര്യങ്ങൾ ഷിഫ്റ്റ് ചെയ്തു. 5 മാസമേ താമസിച്ചിട്ടുള്ളൂ. പക്ഷേ ഫുള്ള് സാധനങ്ങൾ നോക്കിയാട്ടെ, ഫുള്ള് വീട് നോക്കിയാട്ടെ, പെയിൻ്റ് എല്ലാം പോയി ഒരുമാതിരി ആയിട്ടുണ്ട്. അതാണ്. എളമാരിയെല്ലാം ഞങ്ങൾ തന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, എല്ലാം ഞങ്ങൾ തന്നെ ബാഗിലാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഫുള്ള് കാലിയാണ്. പിന്നെ ഇത് ഇൻബിൽഡ് എളമാരിയാണ് കേട്ടോ. ബാംഗ്ലൂരിൽ മിക്ക വീടുകളിൽ ഇൻബിൽഡ് എളമാരിയാണ്. പിന്നെ ആ സൈഡിൽ കൂടി വെച്ചിരിക്കുന്ന ബാഗിലെല്ലാം ഞങ്ങൾ പാക്കേഴ്സിന് കൊടുക്കാതെ ഞങ്ങൾ തന്നെ കൊണ്ടുപോകാൻ വേണ്ടി വെച്ചിരിക്കുന്നതായിരുന്നു. അത് ഫുള്ള് ലാപ്പും അങ്ങനത്തെ ക്യാമറയും മറ്റു കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് അവരേൽ കൊടുത്തു കഴിഞ്ഞാൽ സേഫ് അല്ലല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ തന്നെ കൊണ്ടുപോകാമെന്ന് വെച്ചിട്ടാണ്. പിന്നെ ആ ചുരുട്ട് കൂട്ടി വെച്ചിരിക്കുന്നത് TV ആണ്, ആ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ലാസ്റ്റ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ പാക്ക് ചെയ്ത് റാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് ഉണ്ടായിരുന്ന ചെയർസും കാര്യങ്ങളും ഷിഫ്റ്റായി. അടുക്കളയുടെ കോലം നോക്കിയും ഈ അടുക്കള എനിക്ക് തീരെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. കാരണം ഒരു നീറ്റ് ഉണ്ടായിരുന്നില്ല, തീരെ വൃത്തിയില്ലാത്ത പോലത്തെ ഒരു അടുക്കളയായിരുന്നു. ബാക്കി സാധനങ്ങൾ വെക്കാനും മറ്റും സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എന്തോ ഒരു വൃത്തിയില്ലാത്തൊരു അടുക്കളയായിരുന്നു. ഇപ്പം ഇതെല്ലാം കൂടി മാറ്റിയപ്പോഴേക്ക് ശരിക്കും മനസ്സിലായി തീരെ വൃത്തിയില്ലായിരുന്നു എന്നുള്ളത്. 5 മാസം നിന്നു എങ്കിലും എനിക്ക് കാര്യമായിട്ട് മിസ് ചെയ്യുമെന്നൊന്നും തോന്നുന്നില്ല. വീട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഒരു പഴയ വീടായിരുന്നു ആക്ച്വലി. അപ്പോൾ അതുകൊണ്ട് നീറ്റ്നെസ് എല്ലാം ഇച്ചിരി കുറവായിരുന്നു. അവർ പെയിൻറ് ചെയ്തിട്ടൊക്കെയാണ് തന്നതെങ്കിൽ കൂടിയും ഞങ്ങൾക്ക് കിട്ടുമ്പോഴേ ഇത് ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അവർ നല്ലപോലെ പെയിൻ്റ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മോളതിൻ്റെ മണ്ടയ്ക്ക് കയറിയൊക്കെ നോക്കി ഓരോ കുറുമ്പ്. അവർ റാപ്പ് ചെയ്യുന്ന സമയത്ത് കിട്ടിയൊരു പേപ്പറാണ്. ആ പേപ്പർ വെച്ചാൽ കളിക്കുന്ന അവള്. ഇത് ചെടിയും മറ്റു കാര്യങ്ങളൊക്കെയാണ്. ചെടിയെല്ലാം അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഫുള്ള് പോയെന്നേ. അതുകൊണ്ട് കുറച്ച് ചെടിയും മറ്റും കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ അതും കൂടി കൊണ്ടുപോകാനുണ്ട്. ഇവിടെ കാലിയായി, ഹോളെല്ലാം കാലിയായി. അങ്ങനെ വലിയൊരു കാര്യം തീർന്നിട്ട്. ഇത് ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ, മറ്റേ ഇതാണ് ഞങ്ങളുടെ പുതിയ വീട് കേട്ടോ. പുതിയ വീട്ടിലേക്ക് അവർ കൊണ്ടുവന്നു. അപ്പോൾ ഇത് പുതിയ ബിൽഡിംഗ് ആണ്. ബിൽഡിങ്ങും പുതിയതാണ്. ഞങ്ങളാണ് ഫസ്റ്റ് താമസക്കാർ. ആരും എത്തിയിട്ടില്ല. 6 വീടാണ് ഈ ബിൽഡിങ്ങിലുള്ളത്. അപ്പോൾ 6 വീട്ടിലും ആളായിട്ടില്ല. ഞങ്ങളാണ് ഫസ്റ്റ് ആൾക്കാർ. ഈ ബിൽഡിങ്ങും പുതിയതാണ്. ഈ ബിൽഡിങ്ങിൽ ഇതുവരെ ആരും താമസിച്ചിട്ടില്ല. ഞങ്ങളാണ് ന്യൂ താമസക്കാർ. അപ്പോൾ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് ഹാളിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഫ്രിഡ്ജിൻ്റെ പൊസിഷനിൽ വെച്ചു. സമാധാനം. കട്ടിലും ബെഡ് എല്ലാം കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒതുക്കി പെറുക്കണം. ഇളമാരി പിന്നെ ഇതിൽ ഇൻബിൽഡ് ഇളമാരി അല്ല, മരത്തിൻ്റെ ഇളമാരി തന്നെയായിരുന്നു. പിന്നെ എല്ലാം കൊണ്ടുവന്ന് ചറപറ അടുക്കി വെച്ചിരിക്കുകയാണ്. ഇതാണ് അടുക്കള. എൻ്റെ പൊന്നോ, ഇതൊക്കെ ഇനി എങ്ങനെ ഒതുക്കി പെറുക്കി വെക്കുമെന്ന് ഒരു പിടുത്തമില്ല. അങ്ങനെ മോള് നല്ല കളിയിലാണ്. കാരണം നമുക്ക് കളിക്കാനായിട്ട് സാധനങ്ങളെല്ലാം താഴെ ഉണ്ടല്ലോ, ചട്ടിയും പാത്രമൊക്കെ ആയിട്ട്. ഇതൊരു കുട്ടി ബാൽക്കണിയാണ്. വാഷിംഗ് മെഷീൻ ഇവിടെ ഇട്ടു. പൈപ്പും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ ഇനി സെറ്റാക്കി എടുക്കണം. ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.